നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. എൻ്റെ പേര് ബാബു കെ വർഗീസ്. വളരെ കാതലായ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം വളരെ ദുഃഖത്തിലാണ് ഇന്ന്. ഭീകരന്മാർ നമ്മെ ആക്രമിച്ചു. എന്നാൽ സകല ജനങ്ങളുടെയും സഹായത്തോടെ, സഹകരണത്തോടെ നമ്മുടെ ശക്തരായ സർക്കാർ അതിനെ അതിശക്തമായി എതിർക്കുകയും അതിന് ഒരു അന്ത്യം വരുത്തുകയും ചെയ്തു. എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയും സഹകരണവും സഹായവും അതിനുണ്ടായിരുന്നു. അതിന് ഇരകളായ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവർക്ക് നന്ദി പറയാം. അവര് അനുഭവിച്ച വിഷമങ്ങൾ, അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അതിൽ നാം പങ്കുകൊള്ളുന്നു. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. വളരെ ധീരരായ നമ്മുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർ, നമ്മുടെ സൈനികർക്ക് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഏകകണ്ഠമായി ആഗ്രഹിക്കുന്നത് ഈ ഭീകര താണ്ഡവത്തിന് ഒരു അറുതി വരുത്തണം. ഭീകരന്മാർ മതം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു രാജ്യത്തിനും ഭൂഷണമല്ല. സ്നേഹിക്കുവാനും കരുതുവാനും ക്ഷമിക്കുവാനും സഹായിക്കുവാനുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ അതിരുകളുണ്ട്. അതിനെ മറികടന്ന് ആക്രമിക്കുവാനുള്ള അവകാശം ആർക്കുമില്ല. നമ്മുടെ ഭാരതം ഒരിക്കലും ചരിത്രത്തിൽ ആരെയും ആക്രമിക്കുവാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നാൽ നമ്മെ ആക്രമിക്കുവാൻ വരുന്നവരെ ശക്തമായ നേരിടുകയും വിജയം കൈവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യത്തിൽ നമ്മുടെ മഹാജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്നു പ്രാർത്ഥിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, വിദേശ ഭീകരന്മാർ നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് വസ്തുതയാണ്. എന്നാൽ ആന്തരികമായി ചില നാളുകളായി ഇന്ത്യയിൽ തന്നെ ഭീകരന്മാർ താണ്ഡവം നടത്തുകയും പല സമൂഹങ്ങളെയും വ്യക്തികളെയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ക്രൈസ്തവ സമൂഹത്തെ ഇന്ന് ചില ഭീകരന്മാർ വേട്ടയാടുകയാണ്. ആ ഭീകരന്മാർ ആരെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും സർക്കാരുകൾക്ക്. കഴിഞ്ഞ 27 വർഷമായി ക്രിസ്തു മക്കളെ, ബൈബിൾ പ്രവർത്തകരെ കടന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. ഗുജറാത്തിലെ ഡാങ് ഡിസ്ട്രിക്റ്റിൽ 1997 തുടങ്ങിയത്. പിന്നീട് നാം കാണുന്നത് ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ചുട്ടരിക്കലാണ് അവസാനിക്കുന്നത്. പിന്നെയും അത് തുടർന്നു. 2008 വലിയ താണ്ഡവമാണ്, അക്രമമാണ് ഡാങ് ഡിസ്ട്രിക്റ്റിൽ നാം കണ്ടു. മാത്രമല്ല നാം ഒറീസയിലെ കാന്തമേൽ പിന്നെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു വന്ന് കഴിഞ്ഞ 10 വർഷമായി 2014 ഒരു ദിവസം 2 ക്രൈസ്തവരാണ് ആക്രമിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് 2025 5 ക്രൈസ്തവ സമൂഹങ്ങളെ ഓരോ ദിവസവും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ സങ്കടകരമാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു സഭാ ഹാളിൽ, ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ചില കൂട്ടർ ചേർന്ന് വരുന്നു, ആക്രമിക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു. അവസാനം അവർ തന്നെ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലീസ് വന്നിട്ട് ആ പള്ളിയിലെ, സഭയിലെ വിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, പ്രായമായവർ ഉൾപ്പെടെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. തുടർന്ന് ജാമ്യവുമില്ല, വിത്തൗട്ട് ട്രയൽ ആൻഡ് വിത്തൗട്ട് ബെയിൽ അവരെ ജയിലിലാക്കുകയാണ്. ഇതെന്തൊരു പ്രതിഭാസമാണ്! ഏത് മതവും വിശ്വസിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. ആ ഓരോ പൗരന്റെ അവകാശം നമ്മുടെ മഹത്തായ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്നുണ്ട്. ഇതാണ് നമ്മുടെ മഹത്തായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 1947 ശേഷം ഇവിടെ പ്രയോഗത്തിൽ വന്ന ഈ ഭരണഘടന അത്യുത്തമമാണ്. ആർട്ടിക്കിൾ 19 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾസ് ഓരോ പൗരനും അവന് എന്ത് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുകയാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. ഈ ഭരണഘടനയുടെ മേൽ കൈവച്ചാണ് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാ മന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും ഒക്കെ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. എന്താണ്? ഇന്ത്യയിലെ ഓരോ പൗരനും എല്ലാ സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകും, അതിനെതിരായിട്ട് ഞങ്ങൾ വർത്തിക്കുകയില്ല. Without any discrimination of caste, color or religion or creed, we will protect you എന്ന ഒരു പ്രതിജ്ഞയാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ മനുഷ്യാവകാശ ധ്വംസനമാണ് നമുക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത്. 3 രീതിയിലുള്ള അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരായിട്ട് നാം കാണുന്നത്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ 10-15 വർഷമായി ഞാൻ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിന്നെയും നിർബന്ധിതനാക്കുന്നത്, ഈ വിഷയം സംസാരിക്കാൻ നിർബന്ധിതനാക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിസ്സംഗതയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഓരോ ദിവസവും ബൈബിൾ പ്രവർത്തകരെ, ബൈബിൾ മക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയാണ്, അവരെ ടോർച്ചർ ചെയ്യുകയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെയും അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ക്ഷമിക്കണം. എങ്ങനെയെങ്കിലും ഇതിന്റെ പരിഹാരം അങ്ങ് വരുത്തിയേ പാടുള്ളൂ എന്നാണ് പ്രധാനമന്ത്രിജിയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത്. അങ്ങാണ് ഇതിന്റെ ഉത്തരവാദി, യാതൊരു സംശയവുമില്ല. ഇന്ത്യയിൽ നടക്കുന്ന ഓരോ അക്രമത്തിന്റെയും വിശദാംശങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അങ്ങയുടെ ഓഫീസിൽ എത്തിക്കുന്നുണ്ട്. ക്രൈസ്തവരായ ഞങ്ങളും എല്ലാ ദിവസത്തെയും ഉപദ്രവങ്ങളുടെ വിശദാംശങ്ങൾ അങ്ങേ അറിയിക്കുന്നുണ്ട്.
എന്നാൽ ഒരു പരിഹാരവും കാണുന്നില്ല. എന്തുകൊണ്ട്? ഈ ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനെതിരായി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ആരോടും ഞങ്ങൾ വിശ്വസിക്കുന്നത് പറയുവാനും അത് പ്രയോഗത്തിൽ വരുത്തുവാനും പ്രചരിപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകവും പോയി എന്റെ സുവിശേഷം പറയുക. കർത്താവ് യേശുക്രിസ്തു മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ആ പാപത്തിൽ രക്ഷിക്കുവാൻ വേണ്ടി 2000 വർഷം മുമ്പ് കാൽവരിയിൽ ക്രൂശിൽ യെരുശലേമിൽ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. താൻ പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങു പോയി ഈ സുവിശേഷം അറിയിക്കുക എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 വർഷം മുമ്പ് തന്റെ ശിഷ്യനായ അപ്പോസ്തലനായ തോമസ് കേരളത്തിൽ വരുന്നു. 2000 വർഷം AD 52. കഴിഞ്ഞ ദിവസം ഞാൻ നിരണത്തുള്ള AD 54 തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ആ പള്ളിയിൽ ഞാൻ പോയിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾ പുതുതായിട്ട് ഇവിടെ വന്നവരല്ല. കഴിഞ്ഞ 2000 വർഷമായി ഇവിടെ ക്രിസ്തുവിന്റെ സന്ദേശം എത്തി. 2000 വർഷമായി യേശു ക്രിസ്തു രക്ഷകരെന്നുള്ള വിവരം സകല ഭാരതീയരും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ അതിന് ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുള്ളൂ. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ആഗ്രഹവും പ്രത്യാശയും പ്രതീക്ഷയും എന്ന് പറയുന്നത് ആരും നശിച്ചു പോകരുത്, എല്ലാവരും രക്ഷ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കണം, സ്വർഗത്തിന് അവകാശികളാകണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വി ഓൺലി കമ്മ്യൂണിക്കേറ്റ്, വി കാനോട്ട് കൺവേർട്ട് എനിബഡി. കൺവേർഷൻ ഞങ്ങളുടെ ബിസിനസ് അല്ല. എന്നാൽ സമാധാനത്തോടെ, ക്ഷേമത്തോടെ, വിനയത്തോടു കൂടി, ആർദ്രതയോട് ഞങ്ങൾ ഇത് പങ്കുവെക്കുന്നു. യേശുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞങ്ങളുടെ സന്ദേശം ഇതാണ്. ക്രൈസ്തവർക്ക് യാതൊരു രാഷ്ട്രീയ അജണ്ടയും ഭാരതത്തിലില്ല. ഞങ്ങൾക്ക് ഒരു സർക്കാരും ഇവിടെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പാർട്ടിയും ഞങ്ങൾ ആവിർഭാവം ചെയ്യുന്നില്ല. ഞങ്ങൾക്കത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഞങ്ങളുടെ ഉദ്ദേശം മനുഷ്യന്റെ ആത്മീയമായ വിടുതലാണ്. പാപത്തിൽ ജനിച്ച്, പാപത്തിൽ മരിച്ച്, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ നരകത്തിൽ പോകുമെന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ്. എന്നാൽ പാപികളെ സ്നേഹിക്കുന്ന ദൈവം, പാപത്തെ വെറുക്കുന്ന ദൈവം, യേശു ക്രിസ്തു തൻ്റെ രക്തം തന്ന് എല്ലാവരെയും, സകല മനുഷ്യരെയും വീണ്ടെടുക്കുന്നു. ആ സന്ദേശമാണ് ഞങ്ങൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിന് ക്രിയാത്മകമായി പോസിറ്റീവായി പ്രതികരിക്കാനും നിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഇത് പറയുവാനുള്ള മൗലിക അവകാശങ്ങൾക്കുണ്ട്. അതിൻ്റെ ധ്വംസനമാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത്. 3 രീതിയിലുള്ള ആക്രമണം. ഒന്ന്, ഫിസിക്കലി. ഞങ്ങളുടെ സഭകൾ, ഞങ്ങളുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. ഞങ്ങളുടെ ആതുരാലയങ്ങൾ, ഞങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഞങ്ങളുടെ സ്കൂളുകൾ ആക്രമിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ഓർഫനേജുകൾ അടച്ചുകൂട്ടുകയാണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ചുട്ടരിക്കുകയാണ്. ഉദാഹരണത്തിന് 2023 മെയ് 3-ാം തീയതി 24 മാസമായി, 2 വർഷമായി മെയ് 3-ാം തീയതി എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചത്? മെയ് 3-ഉം 4-നും 36 മണിക്കൂറിനുള്ളിൽ 249 പള്ളികളാണ് ആക്രമിച്ച് ചുട്ടരിച്ചത്. 800ഓളം ക്രിസ്തുമക്കള് കൊല ചെയ്യപ്പെട്ടു. 1000-ത്തിലധികം പള്ളികൾ ആക്രമിക്കപ്പെട്ടു. 60,000 പേർ കഴിഞ്ഞ 2 വർഷമായി മണിപ്പൂരിൽ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയാണ്. ഇത്ര വൃത്തിഹീനമായ, ആരും സഹായത്തിലില്ലാത്ത അഭയാർത്ഥി കേന്ദ്രങ്ങൾ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാൽ പിന്നെയും പറയുന്നതിൽ വിഷമിക്കുന്നുണ്ട്. പ്രിയ പ്രധാനമന്ത്രിജി, അങ്ങയോട് അപേക്ഷിക്കുക. അങ്ങാണ് ഇതിനെല്ലാം കാരണക്കാരൻ. പ്രധാനമന്ത്രിയുള്ള നിലയിൽ അങ്ങ് ഇതിനൊരു പരിഹാരം തന്നേ മതിയാവൂ. ക്രിയാത്മകമായ പരിഹാരം ചെയ്യണം. അങ്ങൊരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എല്ലാ പ്രിയപ്പെട്ടവരോടും ഇത് സംവദിച്ച് ഇതിന് പരിഹാരം ചെയ്യണം. ഈ മണിപ്പൂരിലുള്ള അഭയാർത്ഥികൾക്ക് സഹായം നൽകി അവരെ സ്വന്തം വീടുകളിലേക്ക് പോകാൻ, അവർക്ക് വീട്ടിലെല്ലാം പോയല്ലോ, വീടുകൾ അവർക്ക് നൽകണം. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണം. അവരെ ആരോഗ്യ സംരക്ഷണമുണ്ട്. ആ ഉടച്ച ചുട്ടരിക്കപ്പെട്ട പള്ളികൾ വീണ്ടും സ്ഥാപിക്കണം. പൂർണ്ണ സ്വാതന്ത്ര്യം മണിപ്പൂരിലെ ആദിവാസികൾക്ക് നൽകണം. അതുമാത്രമല്ല, ഛത്തീസ്ഗഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഛത്തീസ്ഗഡിലെ ക്രൈസ്തവരായിരിക്കുന്ന ആദിവാസികൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. അവർ വിളഞ്ഞ വയലുകൾ മറ്റുള്ളവർ വന്ന് കൊയ്യുകയാണ്. ആ പബ്ലിക് കിണറിൽ നിന്ന് വെള്ളം കോരുവാനുള്ള അവകാശം അവർക്കില്ല. അവരെ പ്രൈവറ്റായ ഗ്രോസറി ഷോപ്പ്, കടകളിൽ നിന്ന് പോലും സാധന സാമഗ്രികൾ വായിക്കാനുള്ള അവകാശമില്ല. അവരുടെ പ്രിയപ്പെട്ടവര് മരിച്ചാൽ അടക്കുവാനുള്ള അവകാശമില്ല. ഇതെന്താണ് നടക്കുന്നത്? ഭാരതം ഇന്നൊരു കിരാത ഭാരതമായി മാറുകയല്ലേ? ഡാർക്ക് ഏജസിൽ പണ്ട് ഭാരതം ഇങ്ങനെയായിരുന്നു. മനുഷ്യന് അവകാശമില്ലായിരുന്നു, സ്വാതന്ത്ര്യമില്ലായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം, എന്തുടുക്കണമെന്നുള്ള സ്വാതന്ത്ര്യം, എന്ത് കഴിക്കണമെന്നുള്ള സ്വാതന്ത്ര്യം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ ആരാധിക്കുന്നുള്ള സ്വാതന്ത്ര്യം, ഇതൊന്നും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടന വരുന്നത് വരെ ഇല്ലായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷന് പിന്നിൽ അധ്വാനിച്ചത് ക്രൈസ്തവ മിഷണറിമാരും ക്രിസ്തുമക്കളും കൂടെയാണ്. മറ്റുള്ളവരുടെ കൂടെ വളരെ അധ്വാനിച്ചാണ് ഇത്ര മനോഹരമായ സ്വാതന്ത്ര്യത്തിൽ അടിസ്ഥാനപരമായ ഈ ഭരണഘടന നിർവഹിച്ചത്. ഞങ്ങൾ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ശാരീരികമായ ഈ അക്രമം അങ്ങ് അവസാനിപ്പിക്കണം. കേൾക്കുന്നത് ശരിയായ കണക്ക് ആർക്കുമില്ല. 800-ലധികം ക്രിസ്തു മക്കൾ, ബൈബിൾ പ്രവർത്തകർ ഇന്ന് വിവിധ ജയിലുകളിൽ UP-യിലും രാജസ്ഥാനിലും മറ്റു സ്ഥലങ്ങളിലും കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഇവിടെ പല സംസ്ഥാനങ്ങൾ നിർമ്മിച്ച മതസ്വാതന്ത്ര്യ ബില്ലാണ്. എന്നാൽ മതസ്വാതന്ത്ര്യമല്ല, മതധ്വംസനമാണ് ഇവിടെ കാണുന്നത്.
ഒരു മനുഷ്യന്റെ വിശ്വാസം പറയുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം വന്നേ മതിയാവും. ദാറ്റ് ലോസ് ആർ നെഫേരിയസ്, ഡ്രക്കോണിയൻ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, അൺഅക്സെപ്റ്റബിൾ. അങ്ങ് ദയവായി ഇതിൽ ഇടപെട്ട്, എനിക്ക് സുപ്രീം കോടതിയോടും രാഷ്ട്രപതിയോടും അപേക്ഷിക്കുവാനുള്ളതാണ്, ദയവായി അങ്ങ് ഇടപെടണം. ഈ ഡ്രക്കോണിയൻ മനുഷ്യത്വരഹിതമായ മനുഷ്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഈ നിയമങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യണം. സുവമോട്ടോ കേസായിട്ട് സുപ്രീം കോടതി ഏറ്റെടുത്ത് നമ്മുടെ ഭരണഘടനയ്ക്കും മനുഷ്യാവകാശത്തിനും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് അതിനെ എതിർക്കാനുള്ള ഒരു ആർജവം പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. അവ ഫിസിക്കൽ അറ്റാക്ക് കൊണ്ട് 2 ഞങ്ങൾക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ക്രൈസ്തവർ ഈ ദേശത്തെ ഉപദ്രവിക്കുന്നവരാണെന്നും സംസ്കാരത്തെ ഉടയ്ക്കുന്നവരാണെന്നും ക്രൈസ്തവർ വിദേശീയരാണെന്നും ക്രൈസ്തവർ സായിപ്പിന്റെ ചെരുപ്പ് തെക്കുകളാണെന്നും ഒക്കെയുള്ള ആരോപണങ്ങളുണ്ട്. ഇതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ 2000 വർഷമായി ക്രിസ്തു സന്ദേശം ഇവിടെ വന്നു. മിഷണറിമാർക്ക് എതിരായിരുന്നു, ക്രൈസ്തവ പ്രേക്ഷിതർക്ക് എഴുതായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതിനുള്ള തെളിവുകളുണ്ട്. അപ്പൊ 2000 വർഷം പാരമ്പര്യമുള്ള ഈ ക്രൈസ്തവ ചിന്തകളെ എതിർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. 3, ഞങ്ങൾ ഒരു സംസ്കാരവും ഉടച്ചിട്ടില്ല. ഈ ഭാരതത്തെ നിർമ്മിച്ചത്, നവഭാരതം സൃഷ്ടിച്ചത് ക്രൈസ്തവരാണ്. ഞാനിത് പല പ്രാവശ്യം ഉരുവിട്ടിട്ടുണ്ട്, വീണ്ടും പറയുകയാണ്. ഭാഷകൾ വികസിപ്പിച്ചു. ഫ്രം ലിറ്ററേച്ചർ ടു ലിറ്ററസി ടു ലിംഗ്വിസ്റ്റിക് ഡെവലപ്മെന്റ്, അത് ഞങ്ങളാണ് ചെയ്തത്. പുതിയ ലിപി നൽകി, ഭാഷകളുടെ വികസനം, ഗ്രാമർ നൽകി, ലിറ്ററേച്ചർ സാഹിത്യം നൽകി, പത്രങ്ങൾ നൽകി, പ്രിന്റിംഗ് പ്രസ് തുടങ്ങി. നമുക്ക് ഉള്ളിയും ഉരുളക്കിഴങ്ങും കപ്പയും കാച്ചിലും ഓമയ്ക്കയും നല്ല നെല്ലും നല്ല ഗോതമ്പും ഒക്കെ നൽകി. ക്യാരറ്റ് നൽകി, കാഷ്യൂ നട്ട് നൽകി, ഗ്രൗണ്ട് നട്ട് നൽകി. നമുക്ക് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, പ്ലേ ഗ്രൗണ്ട് കൾച്ചർ തുടങ്ങി, ഹണി റവല്യൂഷൻ, മിൽക്ക് റവല്യൂഷൻ, ഇതെല്ലാം തുടങ്ങി. പൗൾട്രി റവല്യൂഷൻ, ബാങ്കുകൾ തുടങ്ങി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി, പ്രിന്റിംഗ് പ്രസ്, വിവിധങ്ങളായ കാര്യങ്ങൾ. ഭാരതത്തെ നവഭാരതമാക്കിയത് ക്രിസ്തു മക്കളുടെ വലിയ ത്യാഗമാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ മുതൽമുടക്കാണ്. അങ്ങനെയുള്ള ബൈബിൾ പ്രവർത്തകരെ എന്തിന് ചുട്ടരിക്കുന്നു? പ്രിയ പ്രൈം മിനിസ്റ്റർ ജി, അങ്ങയോട് ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത്, അങ്ങ് എന്തുകൊണ്ട് ഇങ്ങനെ നിസ്സംഗതരായിരിക്കുന്നു? ഈ ക്രൈസ്തവരെ കൊന്നുമുടിക്കുന്നതിന്റെ, ചുട്ടരിക്കുന്നതിന്റെ, അവരെ ബലാത്സംഗം ചെയ്യുന്നതിന്റെ, അവരെ തുറുങ്കിൽ അടിക്കുന്നതിന്റെ ഉത്തരവാദി അങ്ങാണ്. അങ്ങ് ഇതിനൊരു മറുപടി പറഞ്ഞേ മതിയാവും. ഞങ്ങൾ അങ്ങേ പേഴ്സണാലിറ്റി ആയിട്ട് ഇല്ല. അങ്ങ് ശക്തനായ ഒരു പ്രധാനമന്ത്രിയാണ്. ഏത് വിദേശ ആക്രമണത്തെയും ശക്തിയോടെ നേരിടുവാനുള്ള ശക്തി ആർജവം അങ്ങേക്കുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ, മണിപ്പൂരിലെ പ്രശ്നമായെങ്കിലും ക്രിസ്ത്യാനികളുടെ പ്രശ്നമായാലും, എന്തുകൊണ്ട് അങ്ങ് ഇതിൽ ഒരു നിസ്സംഗതയാണ്, ഇടപെടലുന്നില്ല? അങ്ങ് ഇത് നിവർത്തിക്കണം. ഞങ്ങൾക്ക് കരച്ചിൽ വരിക, ഞങ്ങൾ കരയുകയാണ്, ഞങ്ങൾ എതിർക്കാറില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ് പറ്റുള്ളത്. കാരണമുണ്ട്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങളുടെ ബൈബിളിൽ, ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു കൽപ്പനയുണ്ട്. ഇതാണ് ഞാൻ വായിക്കട്ടെ. തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. ഇത് അങ്ങയുടെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലും ഇതെത്തേണ്ടതായിട്ടുണ്ട്. സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ കർത്താവായ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. ഈ കാര്യമാണ് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണ്. അങ്ങയുടെ സൽഭരണത്തിന് വേണ്ടി ഞങ്ങൾ അനുദിനം പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് യുദ്ധം വന്നപ്പോൾ ഞങ്ങളുടെ സകല പള്ളികളിലും സകല വീടുകളിലും ഈ യുദ്ധത്തിന് അറുതി വരുവാൻ, ഈ രക്തച്ചൊരിലിന് അറുതി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ പള്ളികളിലും പ്രാർത്ഥനാ യോഗങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങേക്ക് ബുദ്ധി നൽകി, ശക്തി നൽകി, ഇതിന് അറുതി വരുന്നു. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം, അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും പറയുകയാണ്. ധീരതയോടെ ഭാരതത്തെ ഭരിച്ചുകൊള്ളൂ. അങ്ങേക്ക് അതിനുള്ള ശക്തിയുണ്ട്, അങ്ങേക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, അങ്ങേക്കയുടെ കൂടെ അധ്വാനിക്കാനുള്ള ജനമുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് ഞങ്ങളുടെ കൽപ്പന. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അങ്ങ് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ക്രൈസ്തവ വേട്ട അങ്ങ് അവസാനിപ്പിച്ചേ മതിയാവൂ. അതിനെല്ലാ വിശദാംശങ്ങളും അങ്ങയുടെ കയ്യിലുണ്ട്. ആരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ അതിനുള്ള അവകാശമില്ല. ആരാണെന്നുള്ള എല്ലാ വ്യക്തമായ തെളിവുകളും IB അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. അവരെ കണ്ടുപിടിച്ച് അങ്ങ് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഒരൊറ്റ ക്രൈസ്തവരെ ഉപദ്രവിക്കരുത്, ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത്. വിശ്വാസത്തിന്റെ പേരിലും ഏതിൻ്റെയും പേരിൽ, ആഹാരം കഴിക്കുന്നതിന്റെ പേരിൽ, വസ്ത്രം കഴിക്കുന്നതിന്റെ പേരിൽ, വിശ്വസിക്കുന്നതിന്റെ പേരിൽ, ആരാധിക്കുന്നതിന്റെ പേരിൽ, പ്രാർത്ഥനയ്ക്ക് വരുന്നതിന്റെ പേരിൽ, വീടുകളിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ, ഒരു ക്രൈസ്തവ ബൈബിൾ വിതരണം ചെയ്യുന്നതിന്റെ പേരിൽ ഒന്നിലും ആരെയും ആക്രമിക്കരുതെന്ന് അങ്ങ് ഒരൊറ്റ കൽപ്പന പുറപ്പെടുവിച്ചാൽ മതി.
ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഈ ക്രൈസ്തവ താണ്ഡവം അവസാനിക്കും. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ പ്രൈം മിനിസ്റ്റർ ജി, അങ്ങൊന്ന് ഇടപെട്ടേ മതിയാവൂ, ഇതിന്റെ അവസാനം വരണം, ദയവായി ഈ ക്രൈസ്തവ താണ്ഡവം അവസാനിപ്പിക്കണം. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് പറയട്ടെ, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്രൈസ്തവരെ വേട്ടയാടുന്ന തീക്കളിയാണ്. യേശുക്രിസ്തു പറഞ്ഞു, തൻ്റെ മക്കൾ, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ലോകത്തിലെങ്ങുള്ള തൻ്റെ മക്കൾ തൻ്റെ കൺമണികളാണ്. യേശുക്രിസ്തു ഇതൊക്കെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ അനുവാദത്താൽ എല്ലാവരും അധികാരികളായിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, എല്ലാ അധികാരികളെയും യേശുക്രിസ്തു നിയമിക്കുകയും നീക്കുകയും ചെയ്യുന്നു. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയ പ്രൈം മിനിസ്റ്റർ ജിയോട് ഞങ്ങളുടെ അപേക്ഷ, ദയവായി അങ്ങ് ഇടപെടണം, വ്യക്തമായി ഇടപെട്ടേ മതിയാവൂ. ഇനിയും ഇത് പ്രസംഗിക്കുവാൻ ഞങ്ങളെ അതിനുള്ള അവസരം നൽകരുത്. ദയവായി ഈ ജയിലിൽ കിടക്കുന്ന, ഈ പ്രത്യേക നിയമത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന എല്ലാ ക്രൈസ്തവരെയും അങ്ങ് വിടുവിക്കണം. ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് റിലീസ് ദം ആൻഡ് ഓൾസോ സ്റ്റോപ്പ് ദിസ് അട്രോസിറ്റി, ദിസ് ടോർച്ചർ അഗൈൻസ്റ്റ് ദ ക്രിസ്ത്യൻസ്. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. ഞങ്ങൾ അങ്ങേക്കായി പ്രാർത്ഥിക്കുന്നു. പൂർവാധികം ദൈവം അങ്ങേക്ക് എല്ലാ ബലവും ആരോഗ്യവും ബുദ്ധിയും നൽകട്ടെ. സമാധാനവും സംതൃപ്തിയും സന്തോഷവും രാജ്യത്ത് നടമാടുവാൻ, ഐക്യത കാത്തു സംരക്ഷിക്കുവാൻ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ തുടർന്നും അധ്വാനിക്കും. അങ്ങേക്ക് എല്ലാവിധമായ ബുദ്ധിയും ശക്തിയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങേയും രാജ്യത്തെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.